ഇതെന്താ? അത് വിഷം. വിഷോ? ആ, കീടങ്ങളെ കൊല്ലാനുള്ള വിഷം. അതവിടെ വയ്ക്കടാ. ഇതങ്ങനെ വയറ്റി പോയാൽ നീ വടിയായി പോവും. ഇതിനി ഇവിടെ ഇരുന്നാ ശരിയാവത്തില്ല. ആ സത്യം. അതെ, ആ ഗോപി സാറ് കുടിക്കുന്ന ചായയിൽ ഇത് കലക്കിയാൽ ആ കാലമാടന്റെ കഥ അതോട് തീരുമല്ലോ. അല്ല, ഇതാര്? പോസ്റ്റ് കാലോ? അതെ, ഇന്ന് കമ്പനിപ്പടിയിൽ കൊടി കെട്ടാൻ നിന്ന് കൊടുത്തില്ലേ രാമ? അടുത്ത പടി നിരാഹാരമാണെന്ന് കേട്ടു. ദേ, കിടക്കാനുള്ള ടോക്കൺ നിനക്കാണെങ്കിലേ പിന്നെ നിന്നെ കെട്ടുകമ്പിക്ക് ഉപയോഗിക്കാനേ കൊള്ളാവൂ. എടാ, ഈ രാഷ്ട്രീയക്കാര് പറയാൻ നടക്കണം നിനക്ക് വട്ട. അരി പാറ്റുമ്പോ പതിര് മാറി കിടക്കണ പോലെ. ആർക്കും വേണ്ടാത്ത കുറെ ദരിദ്രവാസികളുണ്ട് ഈ ലോകത്ത് നിന്നെ പോലെ. അവരുടെ ദാരിദ്ര്യം കേൾക്കാനൊന്നും ഒരുത്തനും നേരമില്ല. ഇവിടെ സമരത്തിനും ജാഥയ്ക്കും പാർട്ടിക്കാർക്ക് കുറെ ആൾക്കാരുണ്ട്. എന്നിട്ട് അവരെ വിശ്വസിപ്പിക്കാൻ ഒരു സമരവും കോപ്പും. എന്ത് കാര്യത്തിനിടെ? അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ഞാൻ രമണിയെ ഒന്ന് കണ്ടിട്ട് വരാം. അല്ല, നിന്നെ എന്തിനാ? അല്ല, കുറച്ച് അരി ചോദിക്കാൻ ജാനകി പറഞ്ഞു കുട്ടിയേക്ക്. അവര് പട്ടിണി കിടന്നാലും നീ പുറം പണിക്ക് പോകില്ലല്ലോ. എടാ, ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിനക്ക് അരുന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ. നിന്റെ പോണി ഹോസ്റ്റലിൽ നിറയും. കഷ്ടം. എടാ, നീയൊക്കെ നിന്റെ അച്ഛനെ പോലെ ആകാതെ ദൈവ വിചാരത്തോടെ വളരാൻ നോക്ക്. കട്ടോ മോട്ടിച്ചോ പിടിച്ചു പറിച്ചോ എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കടാ പിള്ളേരെ. അല്ല, കാശുണ്ടെങ്കിൽ ഈ കാലത്ത് വിലയുള്ളൂ. പക്ഷെ ദൈവ നിഷേധം പാടില്ല. ഇതോടെ 5 നാഴിയായേ. തരുന്നതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. വയ്യാത്തൊരാളാണെന്ന് എനിക്കും അറിയാം. സിന്ദാബാദ് വിളിക്കാനും ജാഥ പോവാനും ഒക്കെ ആരോഗ്യമുണ്ടല്ലോ രാമന്. എന്നാ പിന്നെ ആ സമയത്ത് എന്തെങ്കിലും ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കിക്കൂടെ? സമരം പ്രഖ്യാപിച്ചിട്ട് നമ്മൾ തന്നെ കരിങ്കാലി പണിക്ക് പോവാന്നൊക്കെ പറഞ്ഞാ പിന്നെ പറയാതെ നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണ്ടേ രാമ. വയ്യാതിരിക്കുന്ന എനിക്ക് ജോലി തന്നത് തന്നെ യൂണിയനാ. അവര് പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റൂ? എന്റെ ചേട്ടൻ പുറംപണിക്ക് പോയി ഉണ്ടാക്കുന്ന കാശാ ഇത്. അങ്ങേർക്കും ബാധകാണല്ലോ ഈ പറഞ്ഞതൊക്കെ. വെറുതെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് വേണ്ടി അങ്ങേര് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത് ഇന്ന് എടുത്തു കൊടുക്കേണ്ട കാര്യമുണ്ടോന്ന് ആരെങ്കിലും ചോദിച്ചാ? അല്ല, ചോദിച്ചിട്ടല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എന്നാ ഇത് വെച്ചോളൂ, ഞാൻ മറ്റെന്തെങ്കിലും. എന്റെ രാമ, എന്തെങ്കിലും പറയുമ്പോ നീ ഇങ്ങനെ ഗർവിച്ചിട്ട് എന്നാത്തിനാ? ഈ കൊടി പിടിച്ച് നടക്കുന്നത് കണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. രാമ, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ജാനകിയോട്. ഒരു ജോലിയുടെ കാര്യം പറഞ്ഞു അവള്. നിനക്കല്ല, അവൾക്ക്. ജാനകി പറഞ്ഞില്ലായിരുന്നോ? ഇല്ല. എന്ത് ജോലിയാ? അതൊക്കെ അവള് പറയും. അല്ല, കേട്ടപ്പോ എനിക്ക് പോണോന്ന് തോന്നിയതാ. പക്ഷെ കളാറേട്ടം വിടണ്ടേ? അത്യാവശ്യം നല്ല ശമ്പളം കിട്ടും. അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടാ പിന്നെ പറയാനുമില്ല. എവിടത്തെ കാര്യമാ പറയുന്നേ? നമ്മുടെ വിളങ്ങാട് മുതലാളിയുടെ വീട്ടിലെ. അല്ല, നിങ്ങളുടെ ജോലി സഖാവിന്റെ ചേട്ടനല്ലേ പുള്ളി? അങ്ങേരുടെ മോൻ ഇത്തിരി ഭക്ഷണം വെച്ച് വിളമ്പണം, അത്യാവശ്യം അല്ലറ ചില്ലറ വീട്ടുപണികളും ചെയ്യണം, അത്രേ ഉള്ളൂ. കേട്ടപ്പോ ജാനകിക്കും വലിയ താല്പര്യമായിരുന്നു. ഞാൻ വിചാരിച്ചു രാമനോട് അവള് പറഞ്ഞു കാണുമെന്ന്. അല്ല, അവളെന്തേ? വീട്ടിലില്ലേ? അവൾക്ക് ഇഷ്ടാണെന്ന് വെച്ചാ പോട്ടെ, എതിർക്കാനൊന്നും നിക്കണ്ട. നാട്ടുകാർ അയാളെ കുറിച്ച് പറയുന്നൊന്നും കാര്യമാക്കണ്ട. കാശുള്ളവനോടുള്ള അസൂയ, അല്ലാതെന്താ? നിന്റെ ഭാര്യയെ നിനക്ക് വിശ്വാസമുണ്ടല്ലോ, അത് മതി. പിന്നെ ആ ശങ്കരൻകുട്ടി സാറിനെ ഒന്ന് ശ്രദ്ധിച്ചോണം. ആവശ്യമില്ലാതെ അയാളെ വീട്ടിൽ കേറ്റണ്ട. കാര്യം ജാനകി ബുദ്ധിയുള്ളവളാണെങ്കിലും ഈ പോലീസുകാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ രാമ? എന്തായിട്ടാ ഒന്നും പറയാത്ത? ഞാൻ പഞ്ചായത്തിൽ ഒരു ലോണിന് ശ്രമിച്ചു നോക്കാം. അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? മക്കളുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ഒരു മനസ്സമാധാനവും ഇല്ല. അവരെ അഭിമാനികളാക്കി വളർത്തിയതുകൊണ്ട് ആരോടൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ. വീട്ടുപണിയെങ്കിൽ വീട്ടുപണി, തൽക്കാലം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സമരം തീരുന്നത് വരെയെങ്കിലും. സഖാവേ. രാമനോ, എന്താ ധർണയ്ക്ക് പോയില്ലേ? പോയി. ഇടയ്ക്കൊന്ന് സഖാവിനെ കാണാൻ വന്നതാ. എന്താ പ്രത്യേകിച്ച്? അത് പറഞ്ഞോ. വീട്ടിലെ അവസ്ഥ തീരെ മോശമാ. എന്തെങ്കിലും ഒരു ലോൺ. ലോണോ? എന്ത് ലോൺ?
പഞ്ചായത്തുനിന്നോ ബ്ലോക്കിന്നോ ഏതെങ്കിലും ഒരു വകുപ്പിൽപ്പെടുത്തി ലോൺ കിട്ടില്ലേ? എന്ത് ലോൺ കിട്ടാനോ രാമ? ഗവൺമെന്റിന്റെ കയ്യിൽ പുതിയ പദ്ധതികളൊന്നുമില്ല. ഫണ്ട് വേണ്ടേ? വേറെ നിവർത്തിയില്ലാഞ്ഞിട്ടാ. കുട്ടികളുടെ കാര്യം വലിയ കഷ്ടമാണ്. ഒരുപാട് ജീവനും രക്തവും കൊടുത്ത് വളർത്തിയ പ്രസ്ഥാനമാണ് നമ്മുടെ പാർട്ടി. ത്യാഗങ്ങളാണ് നമ്മുടെ ശക്തിയും ജീവനും. അതിലൂടെ പ്രസ്ഥാനം കരുത്തുറ്റതാകും. സ്വന്തം ജീവിതം ദാനം ചെയ്തവർ വെച്ച് നോക്കുമ്പോൾ സഖാവിന്റെ കുടുംബം നേരിടുന്ന പ്രതിസന്ധി എത്രയോ നിസാരം. ചിലപ്പോൾ മുണ്ട് മുറുക്കിക്കൊടുക്കേണ്ടി വരും. ആർക്കു വേണ്ടിയാ? തൊഴിലാളികൾക്ക് വേണ്ടി. അന്തിമ വിജയം എന്നും തൊഴിലാളി വർഗത്തിനാണ്. അതാണ് ചരിത്രം. രാമ, ഞാനൊരു കത്ത് തരാം. താൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊന്ന് കാണ്. ഇതെന്താ സ്വർണ്ണ? അല്ല, ആ അല്ലെങ്കിൽ തന്നെ പൊന്നും കൂടത്തിന് പൊട്ടിന്റെ ആവശ്യമുണ്ടോ? ഹ, ഇതാണ് സ്ത്രീകളുടെ ഒരു കൈപുണ്യം. നിനക്ക് ഇറച്ചിയൊക്കെ മര്യാദയ്ക്ക് വെക്കാൻ അറിയാലോ അല്ലേ? വെടിയിറച്ചി. അല്ല, അതാ ഇവിടെ കൂടുതൽ കിട്ടുക. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ടാ ഇന്നോട്ട് നിന്നോളാം ഞാൻ പറഞ്ഞത്. ഏട്ടനോടും കൂടി ഒന്ന് പറഞ്ഞിട്ട് നിന്നാ മതിയായിരുന്നു. രാമൻകുഞ്ഞിനോടോ? എന്തു പറയാൻ? നിന്നെപ്പോലെ ഒരുത്തി എങ്ങനെ അവന്റെ കൈ കൊണ്ടു കൊടുക്കാൻ ദൈവത്തിന് തോന്നിയെന്നാ എന്റെ ചിന്ത. പാർട്ടിക്കാരെ പിടിച്ച് തലേ വെച്ചതൊന്നുമല്ലേ? അല്ല, ഞാൻ ഇഷ്ടപ്പെട്ട് കിട്ടിയതാ. അല്ല, ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ. അവന്റെ അമ്മയുടെ വാക്ക് കേട്ട് എന്തോ നീ ഏതോ ത്യാഗം ചെയ്തെന്നോ മറ്റോ? അല്ല. എന്തായാലും സമ്മതിക്കണം. വണ്ടർഫുൾ, വെരി നൈസ്. നാട്ടില് ഭാര്യമാരില്ലാത്തവർക്ക് നിന്നെ പോലുള്ള ഒരു ആശ്വാസം. 2 പ്ലേറ്റ് ഇറച്ചി, 3 ലാർജ് സ്കോച്ച് വിസ്കി. നാടനായാലും മതി. മിനിമം ഒരു ദിവസം എനിക്കിത് നിർബന്ധമാണ്. വേറെ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. അവൾ അമേരിക്കയിലായി പോയില്ലേ? ഞാൻ നിർബന്ധം പിടിച്ചിട്ടെന്താ? എന്നാ ഞാൻ ശരി ശരി, ഇതാ ഇത് വെച്ചോ. അല്ല, നിന്റെ കൂടെ വന്ന കുട്ടിയേതാ? മകളാ? ഇളയതോ മൂത്തതോ? ഇളയത്. വലിയ പ്രായമായിട്ടില്ലല്ലേ? 4 വയസ്സ് കഴിഞ്ഞു. കൊച്ചിന്റെ കാര്യമല്ല ചോദിച്ചത്. നാളെ ഇങ്ങ് എത്തിയേക്കണം. മോനെ, Who is that, Dad? അത് മോനെ നോക്കാൻ ഡാഡി നിർത്തിയ സെർവന്റാ. ഇനി ഞാൻ അവരെ നോക്കേണ്ടി വരുമോ? ചേട്ടൻ നേരത്തെ വന്നോ? എനിക്ക് പ്രസിഡന്റിനെ ഒന്ന് കാണണമായിരുന്നു. ഞാൻ ഏതാണ്ട് ചെല്ലാൻ കാത്തിരുന്ന പോലെ അങ്ങേര് ഇന്ന് തന്നെ നിക്കണോന്ന് ഒരേ നിർബന്ധം. നാളെ തൊട്ട് നിക്കാന്ന് പറഞ്ഞിട്ട് കേൾക്കണ്ടേ അങ്ങോട്ട്? ആളുകൾ പറയുന്നത്ര കുഴപ്പക്കാരനൊന്നും അല്ല. പോരാ നേരം എനിക്ക് കുറച്ച് കാശും തന്നാണ്. ജോസഫിനെ കുറിച്ച് വെറുതെ ഓരോന്ന് പറഞ്ഞു വരത്താൻ നാട്ടുകാർക്ക് എന്താ വട്ടുണ്ടോ? അനുഭവമുള്ളവരാ ഓരോന്ന് ചെവിയിലെത്തിക്കുന്നത്. പ്രസിഡന്റ് ലോൺ കിട്ടൂന്നാ പറഞ്ഞത്. സെക്രട്ടറിയെ കാണണം. കത്ത് തന്നിട്ടുണ്ട്. ഞാനിത്തിരി കഞ്ഞി ഉണ്ടാക്കാം. ലോൺ കിട്ടിയാ 10-15 രൂപ കാണും. സമരം തീരുന്നതുവരെ അതുകൊണ്ട് തള്ളി നീക്കണം. അതോടെയല്ലേ? വാ. എന്താ? പ്രസിഡന്റ് തന്നു വിട്ടതാ. ഇപ്പോ സ്കീമൊന്നുമില്ല. പ്രസിഡന്റ് അവരങ്ങനെ പലതും പറയും.
എനിക്ക് കൈ നിറത്ത് തരാൻ പറ്റില്ലല്ലോ. ചില ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളൊക്കെ പാതി വഴിയില്ല. ഫണ്ട് വേണ്ടേ? താൻ പോയിട്ട് 1 മാസം കഴിഞ്ഞു വാ. സാറേ അങ്ങനെ പറയരുത്. ഒരു ഗതിയില്ല, കുട്ടികളൊക്കെ പഠിക്കുക. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് അന്വേഷിക്കുക. ഭൂമിയില്ല, ടീ എസ്റ്റേറ്റിലാ. ആഹാ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇവിടെയുള്ള സ്കീമിനും ഇതുപോലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. താൻ ലോൺ വാങ്ങി മറ്റെവിടേക്കെങ്കിലും ഓടില്ലെന്ന് എന്താ ഉറപ്പ്? സാറേ, എന്റെ മക്കള് പട്ടിണിയാ. ദൈവന്റെ ഇളയത് 2 എണ്ണം കൂടെ ഉണ്ട്. ആഹാ, അപ്പൊ ലോൺ വാങ്ങി പുട്ടടിക്കാനുള്ള പരിപാടിയാണല്ലേ? കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാവും. കുട്ടികളുണ്ടായാൽ അവരെ മാനമര്യാദയ്ക്ക് വളർത്തണം. അതിന് കഴിവില്ലാത്തവൻ ഇതിന് 2നും നിൽക്കരുത്. ലീലാമേ, ആ ഡെങ്കിപ്പനി നിവാരണ പദ്ധതിയുടെ ഫയൽ റെഡിയായോ? റെഡിയാണ് സർ. എന്നാ വേഗം നോട്ടീസ് ഇട്. ശരി. നമ്മൾ വൈകിച്ചിട്ട് ഇനി പനി പടർന്നൊന്നും പറയണ്ട. ദൈവം നമുക്ക് മാത്രം എന്താണ് അച്ഛാ ഇത്ര കഷ്ടപ്പെടിരുന്നത്? നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടാണോ? ഒന്ന് പോടാ. ദൈവമൊന്നുമില്ല. വിശ്വാസമില്ലാത്തോണ്ടാ ദൈവം നമ്മൾ അനുഗ്രഹിക്കാത്തത്. നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? നല്ല കർമ്മം ചെയ്താൽ മതി, അതിന്റെ ഗുണം കിട്ടും. രാമ, വണ്ടി നിർത്ത്. എന്താ? ഒന്ന് പുറകോട്ടെടുത്ത് ഒരാളെ കയറ്റാനുണ്ട്. രാമ നില്ലേ, ഒന്ന് സൈഡ് പിടിച്ചേ, സൈഡിലോട്ട് വരട്ടെ. ഓടിയട്ടെ. നിർത്തി. ഓ രാമ, നീ വരുന്നുണ്ടാ? എങ്ങോട്ടാ? ഈ ഇഷ്ടി ഇറക്കാനാ. 10-100 രൂപ കാശ് ഒപ്പിക്കാം. നീ കേറ്, നീ ധൈര്യമായിട്ട് വാ. യൂണിയൻകാരെ അറിയാത്ത ലോഡാ. എടാ, പിള്ളേരെന്തെങ്കിലും ബാക്കി രുചിയായിട്ട് കഴിക്കട്ടടാ. നീ വാ. മോൻ പോയിക്കോ, അച്ഛൻ വന്നേക്കാം. അവനും വരടാ, എന്തെങ്കിലും അവനും തടയും. നീ കേറ്, വണ്ടി കേറ്. കേറ ചുമ്മാ. നീ കഴിയുന്നതാ. നീ ചെയ്യണ്ട മോനെ. സാരില്ല അച്ഛാ, വയ്യാത്ത അച്ഛൻ ചെയ്യുമ്പോ ഞാനിങ്ങനെ നോക്കിക്ക. എടാ, അവൻ പണി പഠിക്കട്ടടാ. ഏതായാലും ശരീരശാസ്ത്രം വെച്ച് നോക്കുമ്പോ അവൻ നിന്നെ പോലെ ആകാത്തത് ഭാഗ്യം. യൂണിയൻകാര് അല്ല, നിങ്ങൾ എന്നതായി കാണിക്കുന്നത്? കട്ടയാണെന്ന് മനസ്സിലായി. ആഹാ, താനും ഉണ്ടായിരുന്നു. ഇയാൾ തന്നെ ഞങ്ങൾക്ക് പണിയണം. കമ്പനിയിൽ തനിക്കൊക്കെ വേണ്ടി കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും വരുന്നതിന്റെ കൂലിയായിരിക്കും. ഇവനെ കുറച്ചു ദിവസമായി ഞങ്ങൾ നോട്ടോട്ട് വെച്ചിരിക്കുക. പണിയെടുക്കുക മാത്രമല്ല, നാവ് കൊണ്ട് പാർട്ടിക്കിട്ട് നല്ല പണിയും തരുന്നുണ്ട്. അതെ, ക്ഷമിക്കണം മുരുക, ഞാൻ ഇങ്ങോട്ട് കൂടുതൽ വിളമ്പാൻ നിന്നാണ്ടല്ലോ. ശരീരം വയ്യാത്തവരാണെന്ന് ഞാൻ നോക്കില്ല. പോ. നീ കളഞ്ഞിട്ട് പോവല്ലേ? എന്താ തന്റെ ഉദ്ദേശം? ഇവിടെയുള്ളവരെല്ലാം വെറും മക്കുണന്മാരാണെന്ന് താൻ വിചാരിച്ചോ? എന്താണ് ഒരു ഗോഷ്ഠി? മേലിൽ ഈ പണി കാണിക്കരുത്. അയ്യോ, കൊല്ലല്ലേ.